ഓം ശാന്തി. സർവകാര്യങ്ങളുടെ വിസ്താരത്തെ സെക്കൻഡിൽ ചുരുക്കി ഞാൻ സ്വയം തന്നെ കാണുന്നു. ഭൃഗുടി അകാല സിംഹാസനത്തിൽ വിരാജമാനായ ഞാൻ ഒരു ശക്തിപുഞ്ചമാണ്. സർവശക്തിവാൻ പരമാത്മാവിൻ്റെ സന്താനമായ ഞാൻ മാസ്റ്റർ സർവശക്തിവാൻ ആത്മാവാണ്. ശിവപിതാവിൽ നിന്നും ഞാൻ ആത്മാവിന് സർവ ദിവ്യ ഗുണങ്ങളുടെയും വരദാനം പ്രാപ്തമാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഉയർന്ന ലക്ഷ്യത്തിലെത്താൻ സഹനശീലതയുടെ അമൂല്യ ഗുണം ധാരണ ചെയ്തിരിക്കുന്നു. സഹനശീലതയിൽ ഞാൻ സമ്പന്ന ആത്മാവാണ്. ജീവിതത്തിൽ വരുന്ന ഏതു പരിതസ്ഥിതിയിലും ഏകരസ അവസ്ഥയിൽ സ്ഥിരമാകുന്നു. ദുഃഖ അശാന്തിയിൽ നിന്നും മുക്തമാകുന്നു. വിസ്താരത്തിൻ്റെ കാര്യത്തിൽ ജ്ഞാനയോഗത്തിൽ സമാവേശമാക്കി ഞാൻ ഭർപൂർ അനുഭവം ചെയ്യുന്നു. വിഘ്നങ്ങളെ കണ്ട് ഭയപ്പെടുന്നില്ല. സദാ ജ്ഞാനയോഗത്തിൻ്റെ ആഴത്തിൽ ചെന്ന് സഹനശീലതയുടെ ഗുണത്താൽ വിഘ്നജീത്താകുന്നു. ബാബയുടെയും പരിവാരത്തിൻ്റെയും നിരന്തര സ്നേഹമുള്ളത് കാരണം അസാധാരണ സഹനശക്തി പ്രാപ്തമാക്കുന്നു. ആരെങ്കിലും ദേഷ്യപ്പെട്ടാലോ അപശബ്ദങ്ങൾ പറഞ്ഞാലോ അവരെ പരവശാത്മാവാണെന്ന് മനസ്സിലാക്കി അവരുടെ പ്രതി കല്യാണ ഭാവന വയ്ക്കുന്നു. ശുഭഭാവനയിലൂടെ അവരെയും മുന്നോട്ട് കൊണ്ടുപോകുന്നു. വിഘ്നരൂപി ആത്മാക്കളെ അനുഭവിയാക്കാനുള്ള ശിക്ഷകനാണെന്ന് കരുതുന്നു. എത്ര വലിയ പർവ്വതം പോലെയുള്ള പ്രശ്നങ്ങളായാലും ഒരു ചെറിയ കളിപ്പാട്ടമാണെന്ന് വിചാരിച്ച് കളിയുടെ രൂപത്തിൽ മറികടക്കുന്നു. ഡ്രാമ അനുസരിച്ച് ജീവിതത്തിൽ വരുന്ന പരിതസ്ഥിതികൾ നത്തിങ് ന്യൂവിൻ്റെ ബിന്ദുവിട്ട് മുന്നോട്ടു പോകുന്നു. പ്രശ്നങ്ങളെ മുന്നോട്ടു പോകാനുള്ള സാധനമാണെന്ന് കരുതുന്നു. ഓരോ പരിതസ്ഥിതിയിലും പ്രസന്നതയുടെ അനുഭവം ചെയ്യുന്നു. കല്യാണകാരി ബാബ കൂടെയുള്ളപ്പോൾ ഒരു കാര്യത്തിലും എൻ്റെ അകല്യാണമുണ്ടാകില്ല. ഈ സ്മൃതിയിൽ സഹനശീലതയുടെ ഗുണം ധാരണ ചെയ്ത് ഞാൻ അജ്ജൽ അടോളാകുന്നു. ഏതൊരു കാര്യത്തിൻ്റെയും ഫീലിങ്സ് ഉണ്ടാകുന്നില്ല. മന്മനാഭവ മന്ത്രത്തിലൂടെ ഓരോ ദുഃഖത്തിൻ്റെ അലകളെയും സമാപ്തമാക്കുന്നു. ബാബ പറയുന്നു, കുട്ടികളെ എല്ലാ കാര്യത്തിലും സഹനശീലരായി മാറണം. നിന്ദാസ്തുതി
ജയപരാജയത്തിലും സമാനമാകണം. കേട്ടതും കേൾപ്പിച്ചതുമായ കാര്യങ്ങൾ വിശ്വസിക്കരുത്. വ്യർത്ഥമായ കാര്യത്തിൽ സമയം പാഴാക്കരുത്. സ്വയത്തെ സംരക്ഷിച്ചോളൂ. സദാ ഉയരുന്ന കലയിൽ മുന്നോട്ടു പോകുന്നു. ഞാൻ ബാബയുടേതായി, അപ്പോൾ സമ്പത്തിന് അധികാരിയായി. കർമ്മേന്ദ്രിയങ്ങളിലൂടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കേവലം ഓർമ്മിക്കണം. ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്യണം. കഴിക്കുന്നതിലും കുടിക്കുന്നതിലും ശുദ്ധി വേണം. ബാബ ഒരിക്കലും ആരുടെയും നിന്ദ ചെയ്യുന്നില്ല. മനസ്സിലാക്കി തരുന്നതിനു വേണ്ടി പറയുന്നു, കുട്ടികളെ ആത്മാഭിമാനിയാകൂ. ഞാൻ ആത്മാവിൻ്റെ ശരീരം വിനാശിയാണ്. എനിക്കു പരിധിയില്ലാത്ത അച്ഛനെ ലഭിച്ചിരിക്കുന്നു. കൽപ്പകൽപ്പം സമ്പത്ത് ലഭിച്ചുകൊണ്ടിരിക്കും. ബാബയിൽ എല്ലാ പ്രകാരത്തിലുള്ള മധുരതയുമുണ്ട്. ഓരോ 5000 വർഷങ്ങൾക്ക് ശേഷവും ഞാൻ ഇതുപോലെ ബാബയുടെ അടുത്ത് വരും. പ്രവൃത്തി മാർഗത്തിലെ സംബന്ധങ്ങളെ സംരക്ഷിക്കണം. മധുരമുള്ളവരാകണം. ബാബ പറയുന്നു, ഒരിക്കലും ദേഷ്യപ്പെടരുത്. ബാബ എപ്പോഴും വിളിപ്പുറത്തുണ്ടാകുന്നു. ഞാൻ ശാന്തിധാമത്തെയും സുഖധാമത്തെയും ഓർമ്മിക്കുന്നു. ദുഃഖധാമത്തിൻ്റെ ബന്ധനത്തെ മറക്കുന്നു. ബാബ ജന്മജന്മാന്തരത്തിലെ പ്രിയതമനാണ്. ഞാൻ കേവലം ബാബയെ ഓർമ്മിക്കുന്നു. പുരുഷാർത്ഥത്തിലൂടെ, സഹജമായ യോഗത്തിലൂടെ വികർമ്മം വിനാശമാക്കുന്നു. ഞാൻ ബാബയുടെ നിർദ്ദേശമനുസരിക്കുന്നു. സ്വയം തൻ്റെ പരിശോധന ചെയ്യുന്നു. ഞാൻ എത്ര മധുരതയുള്ളവരാകുന്നു, എത്ര കുറവുകളാണ് എന്നിലുള്ളത് എന്ന് ചെക്ക് ചെയ്യുന്നു. എൻ്റെ പെരുമാറ്റം ദേവതകളുടെ പോലെയാകണം. സഹനശീലതയുള്ളവരാകണം. വ്യർത്ഥമായ കാര്യങ്ങൾ കേൾക്കരുത്. ഞാൻ ബാബ തന്നിരിക്കുന്ന വരദാനത്തിൻ്റെ സ്വരൂപമാകുന്നു. സ്വന്തം സ്മൃതി, മനോവൃത്തി, ദൃഷ്ടിയെ അലൗകികമാക്കുന്ന സർവ ആകർഷണങ്ങളിൽ നിന്നും മുക്തരാകുന്നു. അഥവാ ആകർഷണമുണ്ടെങ്കിൽ അലൗകികത്തിൻ്റെ കുറവുണ്ട്. ഹൃദയത്തിൽ പരമാത്മസ്നേഹം അഥവാ ശക്തികൾ അടങ്ങിയിട്ടുണ്ടെങ്കിൽ മനസ്സിൽ സംശയങ്ങൾ വരില്ല. ഓം ശാന്തി.